സൗണ്ട് എപ്പോഴാണ് കേൾക്കുന്നേ? അത് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് തോന്നുന്നു മോനെ. രാവിലെ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സിലിണ്ടർ വരെ പറഞ്ഞു. ഇപ്പൊ പറയാനുള്ളത് രണ്ട് ഷേപ്പ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് കോൺ, ഒന്ന് സ്ഫിയർ. എന്താ കോൺ ഷേപ്പ് എന്താണെന്നറിയോ? കോൺ ഷേപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരും ഒരു ഷേപ്പ്, കോൺ ഐസ്ക്രീം. കോൺ ഐസ്ക്രീമിന്റെ ആ കോണില്ലേ, ആ ഷേപ്പിനെയാണ് കോൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബർത്ത്ഡേ ക്യാപ്പ് ഒക്കെ ഇല്ലേ, ബർത്ത്ഡേക്ക് തലയിൽ വെക്കുന്ന ക്യാപ്പ്, ഇങ്ങനെ കൂർത്തിരിക്കുന്ന ക്ലൗണിന്റെ, അതായത് എന്താ പറയാ, കോമാളി, സർക്കസിലെ കോമാളിയുടെ ക്യാപ്പില്ലേ, താഴെ റൗണ്ടും പിന്നെ മേലേക്ക് ഇങ്ങനെ കൂർത്തിരിക്കുന്ന മറ്റുള്ള ക്യാപ്പ്, ആ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺ എന്ന് പറയാം. എന്താ പറയാ? കോൺ. അപ്പോ ഒരു കോണിന് താഴെ ഭാഗത്ത് സർക്കിൾ ഷേപ്പ് ആയിരിക്കും. താഴെ സർക്കിൾ ഷേപ്പ് ആയിരിക്കും. അവിടെ ഇങ്ങനെ കോമിച്ച് വന്നിട്ട് മേലെ എത്തുമ്പോൾ ഒറ്റൊരു പോയിന്റിലേക്ക് എത്തും. ആ മേലെയുള്ള ഒരു പോയിന്റിന് എന്താ പറയാ? വേർട്ടെക്സ്. ഒരു പോയിന്റിലുള്ളത് ഒറ്റൊരു പോയിന്റ്, ആ പോയിന്റിനെ പറയും വേർട്ടെക്സ്. ഓക്കെ. അപ്പൊ കോൺ ഷേപ്പിന് ഒരു വേർട്ടെക്സ് ഉണ്ട്. എത്ര കർവ്ഡ് ഫേസ് ഉണ്ട്? മസാല ദോശ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മസാല ദോശ കഴിച്ചിട്ടുണ്ടോ? ഇങ്ങനെ കോൺ പോലെ വെച്ചിരിക്കുന്ന മസാല ദോശ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ മടക്കി വെച്ചതല്ലാതെ കോൺ പോലെ വെച്ചിരിക്കുന്ന, ഇങ്ങനെ കൂമിച്ചു വലിയ കുന്നു പോലെ വെച്ചിരിക്കുന്ന മസാല ദോശ കണ്ടിട്ടുണ്ടോ? ഒക്കെ കണ്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഉണ്ട് കേട്ടോ. ഏതോ ഒരു ഫിലിമിലുണ്ടല്ലോ ഇതേപോലത്തെ ഒരു ദോശ ഉണ്ടാക്കുന്ന, ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന, ഇങ്ങനെ എന്താ പറയാ, ഒരു മല പോലെയുള്ള ദോശ ഉണ്ടാക്കുന്ന, അതിനിങ്ങനെ ആ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? കർവ്ഡ് ഫേസ്. അപ്പൊ കോണിന് ഒരു വെർട്ടെക്സിന്റെ മേലെ പിന്നെ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിന് എന്ത് പറയും? കർവ്ഡ് ഫേസ് എന്ന് പറയും. ഇനി അടിയിൽ ഏറ്റവും അടിയിലൊരു സർക്കിൾ ഉണ്ടെന്ന് പറഞ്ഞല്ലേ, ആ സർക്കിളിൽ നമ്മളിങ്ങനെ വരച്ചു വെച്ചൊരു കോണാക്കുന്നേ, ആ സർക്കിളിന് പറയും കർവ്ഡ് എഡ്ജ് എന്ന് പറയും. എന്താ പറയാ? കർവ്ഡ് എഡ്ജ്. ഇനി ആ താഴെ ഭാഗത്ത് കാണുന്ന സർക്കിളിനെ പ്ലെയിൻ ഫേസ് എന്ന് പറയും. എന്താ പറയാ? പ്ലെയിൻ ഫേസ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 99 ഒന്ന് നോക്കിയേ. പേജ് നമ്പർ 99. അതിനകത്തുണ്ട് കോൺ ഷേപ്പിന്റെ പിക്ചർ. കണ്ടോ? കണ്ടോ? അതില് ഏറ്റവും മേലെ കാണുന്ന പോയിന്റിനെ വേർട്ടെക്സ് എന്ന് പറയും. പിന്നെ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിന് എന്ത് പറയും? കർവ്ഡ് ഫേസ് എന്ന് പറയും. പിന്നെ ആ സർക്കിളിന്റെ എഡ്ജിനെ കർവ്ഡ് എഡ്ജ് എന്ന് പറയും. അടിയിലുള്ള സർക്കിളിനെ പ്ലെയിൻ ഫേസ് എന്ന് പറയും. ഓക്കെ. അടുത്ത ഷേപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഷേപ്പാണ്. എന്താ? സ്ഫിയർ. സ്ഫിയർ ഷേപ്പ്. അതായത് നമ്മുടെ ബോളിന്റെ ഷേപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഷേപ്പ്, അല്ലെങ്കിൽ ഉരുണ്ടിരിക്കുന്ന എല്ലാ സാധനത്തിനും നമ്മൾ എന്താ പറയാ? സ്ഫിയർ എന്ന് പറയും. ഓക്കെ. ഏത് ഷേപ്പിലുള്ളത്? ബോളിന്റെ ഷേപ്പിലുള്ള, ഉരുണ്ടിരിക്കുന്നത്, വട്ടത്തിൽ ഇങ്ങനെ ഗോളം പോലെ ഇരിക്കുന്ന എന്തിനെ നമ്മൾ എന്ത് പറയും? സ്ഫിയർ എന്ന് പറയും. ഈ സ്ഫിയറിന് എഡ്ജ് ഇല്ല, വെർട്ടെക്സ് ഇല്ല, പ്ലെയിൻ ഫേസ് ഇല്ല. ആകെ എന്താ? കർവ്ഡ് ഫേസ് മാത്രമാണ്. അതായത് വളഞ്ഞിരിക്കുന്ന ഒരു ഫേസ് മാത്രമേ ഉള്ളൂ അതിന്. എന്താണ്? സ്ഫിയറിന്റെ ഒരു എക്സാമ്പിൾ. സ്ഫിയറിന്റെ എക്സാമ്പിൾ അതെന്താ? ബോളാ? മൗഗ്ലിയുടെ ജംസിന്റെ മൗഗ്ലിയുടെ
ജംസിന്റെ ബോൾ അല്ലേ? ജൂലിയറ്റിന്റെ കയ്യിൽ, അത് പേപ്പർ വെച്ചല്ലേ മോളെ ജൂലിയറ്റിന്റെ കയ്യിലുള്ളത് അല്ലേ? നോ, പിന്നെന്താ? ബൗൺസിംഗ് ബോളാ. ബൗൺസിംഗ് ബോൾ ആണോ? ഓക്കെ. ജെവിന്റെ കയ്യിൽ എന്താണുള്ളത്? ബൗൺസിംഗ് ബോൾ തന്നെയാ? ഗോട്ടി. ഗോട്ടി. വെരി ഗുഡ്, ഗോട്ടി. പിന്നെ എന്താ നമ്മുടെ സ്ഫിയറിന്റെ ഷേപ്പിലുള്ളത്? വേറെ എന്താ പറയാൻ പറ്റാം? ഒരു എക്സാമ്പിൾ പറഞ്ഞ ആരെങ്കിലും ഒന്ന് നോക്കിയേ, ചുറ്റും നോക്കിയേ, മുമ്പിൽ നോക്കിയാ നിങ്ങൾ കാണുന്നുണ്ടോ? നോക്കിയേ. അലന്റെ കൈക്ക് എന്താ പറ്റിയേ? അലൻ എങ്ങനെ മുമ്പ് കുട്ടികളെ ഇഷ്ടമല്ലേ? എന്താക്കിയപ്പോ? കുട്ടി പൊട്ടിയപ്പോ. കുട്ടി പൊട്ടിയപ്പോയോ? ഓക്കെ. വേറെ ആരെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞ സ്ഫിയറിന് റൂമിലോ വീട്ടിലോ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ. കിട്ടിയോ? ഇല്ല. ജെലിൻ ആർക്കും കിട്ടിയില്ല എക്സാമ്പിൾ? ബോൾ. ഇപ്പൊ ബൗൺസിംഗ് ബോൾ കാണിച്ചു തന്നു, ജൂലിയറ്റ് കാണിച്ചു തന്നു ബൗൺസിംഗ് ബോൾ. റിലു പറഞ്ഞേ. സ്റ്റിയറിംഗ് അല്ല മോളെ, സ്റ്റിയറിംഗ് സർക്കിൾ ഷേപ്പ് അല്ലേ? ടയറും അല്ല, ടയറ് സർക്കിൾ ഷേപ്പ് അല്ലേ? ബോളിന്റെ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ. ബോളിന്റെ ഷേപ്പിലാ ഉരുണ്ടിട്ടുള്ളത്. ഭൂമി. സന പറയുന്നുണ്ട്. സന പറയട്ടെ എന്താണ്? ഓറഞ്ച്. അതാ ഓറഞ്ച്. എന്താ ഏഞ്ചൽ എന്തോ നടന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. മുട്ട. പറയാം, സ്ഫിയറാണ് പറയാം. പക്ഷെ മുട്ടയുടെ ഷേപ്പ് കുറച്ച് വ്യത്യാസമുണ്ട്. എന്താ ഷാന്റെ കയ്യിൽ ഓറഞ്ച് ഉണ്ട്. ആദ്യത്തെ പറഞ്ഞേ. കേട്ടില്ല. നെല്ലിക്ക. ഓക്കെ, നെല്ലിക്ക. ആവണി. ആപ്പിൾ. ഓക്കെ. അഡ്സൺ. ആപ്പിൾ ഇപ്പൊ പറഞ്ഞല്ലോ. ടോഷിൻ. മാങ്ങ. സ്ഫിയറിന്റെ ഷേപ്പിലാണ് അല്ല? മാങ്ങയുടെ ഷേപ്പ് കുറച്ച് വ്യത്യാസമുണ്ട്. ജൂലിയറ്റ് പിന്നെ കിട്ടിയോ? പൊട്ടറ്റോന്റെ ഷേപ്പ് പറയാം, പക്ഷെ പൊട്ടറ്റോ എല്ലാം വേറെ ഷേപ്പിലല്ലേ കാണുക? ജെമിൻ. എല്ലാരും ഗ്ലോബ്. പിന്നെ ബെനീറ്റ് കൊണ്ട് കിട്ടിയില്ലേ? ബെനീറ്റ നോ, ഒന്നും കിട്ടിയില്ല അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ കുറെ എക്സാമ്പിൾ പറഞ്ഞു സ്ഫിയറിന്റെ ഷേപ്പിലുള്ളത്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് ബോൾ തന്നെ. ബോളിന്റെ ഷേപ്പാണ് ശരിക്കും സ്ഫിയർ. അതായത് കൃത്യമായിട്ടുള്ള ഒരു ഉണ്ട. വീട്ടില് അമ്മ ചപ്പാത്തി വെക്കുമ്പോ ഉണ്ടയാക്കുന്ന കണ്ടിട്ടില്ലേ? ചപ്പാത്തിക്കും പൂരിക്കും ഉണ്ടയാക്കുന്ന കണ്ടിട്ടുണ്ടോ? അമ്മ കൃത്യമായിട്ട് നല്ല ഷേപ്പിലല്ലേ ഉണ്ടാക്കാം.
വെറുതെ ഇങ്ങനെ ചുറ്റി ചുറ്റി വെക്കുന്നതല്ലോ, നല്ല ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടല്ലേ വെക്കുന്നേ. ആ ഉണ്ടാക്കിയ ഷേപ്പാണ് സ്ഫിയർ. അല്ലെങ്കിൽ ഗ്ലോബ് കണ്ടിട്ടില്ലേ? ഇപ്പൊ ആരോ പറഞ്ഞ ജെവിനാണോ പറഞ്ഞ ഗ്ലോബ്? സിദ്ധാന്തമൊന്നും പറഞ്ഞല്ലോ എക്സാമ്പിൾ പോലെ സ്ഫിയറിന്റെ ഷേപ്പിലുള്ള എക്സാമ്പിൾ പറഞ്ഞ, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ബാക്കി എല്ലാവരും ഷാനും പറഞ്ഞിട്ടില്ല അല്ലെ? പെട്ടെന്ന് പറയാതിരുന്നു. അറിയില്ല. ആഹാ, ഷാൻ ഓറഞ്ച് പറഞ്ഞു. വേറെ ആരാ? കൈസ് ഇപ്പൊ കേരളേ ഉള്ളൂ ക്ലാസ്സില്. നോക്കട്ടെ, പറയാൻ നോക്കട്ടെ. ബോളിന്റെ ഷേപ്പിലുള്ള, സ്ഫിയറിന്റെ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് എക്സാമ്പിൾ പറഞ്ഞേ. സ്ഫിയറിന് എക്സാമ്പിൾ പറയാൻ വേണ്ടി ബോളിന്റെ ഷേപ്പിലുള്ള എന്തെങ്കിലും ഒരു സാധനം, ഉരുണ്ടിലുള്ള ഒരു സാധനം എവിടെയൊക്കെ റെഡിയാണ്. അയ്യോ, എല്ലാവരും എക്സാമ്പിൾ പറയാൻ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ ആരോട് ചോദിക്കണ്ടേ? സാറില്ല, പോട്ടെ. കഴിച്ചൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, ക്ലാസ് ലേറ്റ് ആയതുകൊണ്ട്. സാറില്ല, മതി. എക്സാമ്പിൾ ആരും പറയണ്ട. ഇന്നത്തെ എക്സാമ്പിളിന്റെ ഫോട്ടോ വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് ഷേപ്പും കൂടി പഠിച്ചു. ഒന്ന് ബോൾ, പിന്നെ ഒന്ന് സ്ഫിയർ. സ്ഫിയറിന്റെയും സർക്കിളിന്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? സ്ഫിയറിന്റെയും സർക്കിളിന്റെയും, സർക്കിൾ എന്ന് വെച്ചാല് നമ്മുടെ കയ്യിലുള്ള ബാങ്ക് അല്ലെ, വള, ആ ഒരു ഷേപ്പിലുള്ള വട്ടത്തിലുള്ള സാധനം. സ്ഫിയർ എന്ന് വെച്ചാല് ബോളിന്റെ ഷേപ്പ് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ബോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതാണ് സ്ഫിയർ. ഗ്ലോബ് കണ്ടിട്ടില്ലേ നിങ്ങള്? ഭൂമിയുടെ ഷേപ്പ് ഗ്ലോബ് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ സ്കൂളിന്റെ ഓഫീസ് റൂമിലുണ്ട് ഗ്ലോബിന്റെ ഒരു ഷേപ്പ്, ഗ്ലോബ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? പാഠശാല സ്കൂളിന്റെ ഓഫീസിലുണ്ട് ഗ്ലോബ്. അപ്പൊ ഭൂമിയുടെ ഷേപ്പ് സ്ഫിയർ ആണ്. ജൂലിയറ്റ് കാണിച്ചിട്ടുണ്ട് ഗോലി, ഗോട്ടി ഗോട്ടി, ഗോലി എന്ന് പറയും, ഗോട്ടി എന്ന് പറയും, കോട്ടി എന്ന് പറയും. അതെന്താ? ഏഞ്ചൽ ഓറഞ്ച് ആണോ? നോ, പിന്നെന്താ? ഏഞ്ചൽ ഞാൻ നേരത്തെ ചോദിച്ചപ്പോഴേ ഏഞ്ചൽ ഫോൺ എടുത്തോണ്ടിങ്ങനെ നടക്കുക വീട് മുഴുവൻ. എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ ഞാൻ നോക്കിയിട്ട്. ഇപ്പൊ കളിച്ച നാരങ്ങ, ചെറുനാരങ്ങ. ഓക്കെ, അപ്പൊ അതൊക്കെ ഉരുണ്ടിട്ടുള്ള സാധനം, അതൊക്കെയാണ് സ്ഫിയറിന്റെ ഷേപ്പിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ ജോമെട്രിക്കൽ സോളിഡ്സ് പഠിച്ചു. ക്യൂബോയിഡ്, ക്യൂബ്, സിലിണ്ടർ, കോൺ, സ്ഫിയർ. ഇനി പേജ് നമ്പർ 99 എക്സൈസ് 4.1 കണ്ടോ നിങ്ങള്? കണ്ടോ? What shape will you get if you trace the outline of these objects? എന്താ ക്വസ്റ്റ്യൻ? കുറെ സാധനങ്ങൾ അവർ തന്നിട്ടുണ്ട്. ഒന്നൊരു 5 രൂപ കോയിൻ, പിന്നെ ഒരു ക്യൂബോയിഡിന്റെ ഷേപ്പിലുള്ള ഒരു കട്ട, പിന്നെ ഒരു ടയർ, പിന്നെ ഒരു ബുക്ക്, ഒരു കോൺ ഐസ്ക്രീം, ഒരു ഡൈസ്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ പറയുന്നേ? ഇത് ഓരോന്നും ഒരു പേപ്പറിൽ വെക്കാം. ഇത് ഓരോന്നും ഒരു പേപ്പറിൽ വെക്കാം. എന്നിട്ട് അതിന് ചുറ്റും വരയ്ക്കാം. ഇപ്പൊ 5 രൂപ കോയിൻ ഒരു പേപ്പറിൽ വെച്ചിട്ട് അതിന് ചുറ്റും വരച്ചാൽ നമുക്ക് ഏത് ഷേപ്പാണ് കിട്ടുക വരയ്ക്കുമ്പോ?
മിസ് പറയുന്നത് ശരിക്കും കേൾക്കുന്നില്ല. എന്തോ ക്ലിയർ ഇല്ലാണ്ട കേൾക്കുന്നേ. അത് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് മോളെ. ക്ലിയർ ഇല്ലാണ്ട കേൾക്കുന്നേ. മിസ് പറയുന്ന വൃത്തി മനസ്സിലാവുന്നില്ല. ആണോ? ഒരു കാര്യം ചെയ്യാന്നാല് മിസ് ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെയൊക്കെ ആൻസറും പറയാം. എന്നിട്ട് നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കണ്ടാൽ മതി. ഇപ്പൊ എന്തായാലും ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. മിസ് ഇതിന്റെയൊക്കെ ആൻസർ പറയാം. നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് അതിന്റെ ആൻസർ ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചാൽ മതി ടെക്സ്റ്റിനകത്ത്. ഓക്കെ, അപ്പോ എക്സസൈസ് 4.1 തന്നിരിക്കുന്ന ഒബ്ജക്ട്സ് ഒക്കെ ഒരു പ്ലെയിൻ ഷേപ്പിൽ ഒരു പേപ്പറിന്റെ മേലെ വെച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചാല് എന്താ കിട്ടുന്ന ഷേപ്പ്, എന്താ കിട്ടുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഒരു 5 rupees കോയിൻ, 5 രൂപ കോയിൻ നമ്മൾ വെച്ചിട്ട് വരച്ചാല് അതിന്റെ മേലെ അതിന് കിട്ടുന്ന ഷേപ്പ് സർക്കിൾ ആയിരിക്കും. രണ്ടാമത്തത് ഒരു ക്യൂബോയിഡിന്റെ ഷേപ്പ്. ആ ക്യൂബോയിഡിന്റെ ഷേപ്പ് നമ്മൾ ഒരു പേപ്പറിന്റെ മേലെ വെച്ചിട്ട് അതിന്റെ ഔട്ട്ലൈൻ വരച്ചാൽ വി ഗെറ്റ് എ റെക്ടാംഗിൾ. അപ്പൊ രണ്ടാമത്തതിന്റെ ആൻസർ റെക്ടാംഗിൾ. ഓക്കെ, തേർഡ് വൺ ടയർ. ഒരു ടയർ നിങ്ങൾ എടുത്തിട്ട് ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് അതിന് ചുറ്റും വരച്ചാൽ എന്ത് ഷേപ്പ് കിട്ടാം? വി ഗെറ്റ് എ സർക്കിൾ. മൂന്നാമത്തതിന്റെ ആൻസർ സർക്കിൾ. ഓക്കെ, നാലാമത്തത് ഒരു ബുക്കാണ്. ആ ബുക്ക് നിങ്ങളൊരു പേപ്പറിന്റെ മേലെ വെച്ചിട്ട് അതിന്റെ ഔട്ട്ലൈൻ വരച്ചാൽ നമുക്ക് എന്താ കിട്ടാം? വി ഗെറ്റ് എ റെക്ടാംഗിൾ. ഓക്കെ, ഇനി അഞ്ചാമത്തത് ഒരു ഐസ്ക്രീം കോൺ. ഒരു ഐസ്ക്രീം കോൺ നമ്മൾ ചരിച്ചിട്ട് ഇങ്ങനെ ഒരു പേപ്പറിന്റെ മേലേക്ക് വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നു. അതിന്റെ ഔട്ട്ലൈൻ വരച്ചാൽ നമുക്ക് ഏത് ഷേപ്പാണ് കിട്ടാൻ അറിയോ? വി ഗെറ്റ് എ ട്രയാങ്കിൾ. ഓക്കെ, ലാസ്റ്റ് വൺ, സിക്സ്ത് വൺ ഒരു ഡൈസ്. ഡൈസ് എന്ന് വെച്ചാൽ നമ്മള് ലാഡർ കളിക്കുന്ന ആ ഒരു കട്ട, അത് നമ്മള് ഒരു പേപ്പറിന്റെ മേലെ വെച്ചിട്ട് അതിന്റെ ഔട്ട്ലൈൻ വരച്ചാല്, ഔട്ട്ലൈൻ വരക്കാൻ വെച്ചാല് അതിന് ചുറ്റും വരയ്ക്കാം. വരച്ചാൽ നമുക്ക് കിട്ടാം ഇറ്റ് ഈസ് എ സ്ക്വയർ. 4 സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ക്വയർ. ഔട്ട്ലൈൻ വരക്കാൻ വെച്ചാൽ എന്താണെന്ന് അറിയോ? നമ്മൾ ഈ കൈയിന്റെ ഒക്കെ കൈ ഇങ്ങനെ നമ്മുടെ കൈപ്പത്തി ബുക്കിൽ വെച്ചിട്ട് ഇങ്ങനെ വരക്കൂലേ, കൈന്റെ ഷേപ്പിൽ വരയ്ക്കൂലേ, അങ്ങനെ വരയ്ക്കുന്നതിന് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാൻ പറയാം. ഒരു സാധനം വെച്ചിട്ട് അതിന് ചുറ്റും വരയ്ക്കുന്നതിന് ഔട്ട്ലൈൻ വരയ്ക്കാൻ പറയാം. അങ്ങനെ ഈ 6 സാധനങ്ങളും ഒരു ബുക്കിന്റെ മേലെ അല്ലെങ്കിൽ ഒരു പേപ്പറിന്റെ മേലെ വെച്ചിട്ട് വരച്ചാൽ കിട്ടുന്ന ഷേപ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. നെക്സ്റ്റ് പേജ് നമ്പർ 100. പേജ് നമ്പർ 100-ല് പിന്നെ ബാക്കി ക്വസ്റ്റ്യൻ കുറെ ഷേപ്സ്, കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും ഷേപ്പ് ഏതാന്ന് കണ്ടുപിടിച്ച് എഴുതണം. ഫസ്റ്റ് ഐസ്ക്രീം കോണിന്റെ ഷേപ്പ് എന്താ? കോൺ. ഐസ്ക്രീം കോണിന്റെ ഷേപ്പ് കോൺ. പിന്നെ മാച്ച് ബോക്സിൻ്റെത് മാച്ച് ബോക്സിന്റെ ഷേപ്പ് ക്യൂബോയിഡ്. CUBOID. മാച്ച് ബോക്സിന്റെ ഷേപ്പ് ക്യൂബോയിഡ്. പിന്നെ ഒരു ABC ഒരു കട്ട കാണുന്നുണ്ട്. അതിന്റെ ഷേപ്പ് എല്ലാ സൈഡും ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. സോ ദാറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് സ്ക്വയർ, സോറി ക്യൂബ്. എല്ലാ വശങ്ങളും ഈക്വൽ ആയിട്ട് കാണുന്നതുകൊണ്ട് അതെന്ത് ഷേപ്പ് അത്? ക്യൂബ്. നെക്സ്റ്റ് ഒരു ബോക്സിനകത്ത് കുറെ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ചിട്ട് കാണുന്നുണ്ട്. ആ ബോക്സിന് എല്ലാ സൈഡും ഏകദേശം ഒരേ ലെങ്ത് ആണ് വരുന്നത്, ഒരേ നീളത്തിലാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻ ദ ഷേപ്പ് ഓഫ് ക്യൂബ്. നെക്സ്റ്റ് നാലാമത്തത് ഫുട്ബോൾ ആണല്ലേ കാണുന്നത് അല്ലെ? ഫുട്ബോളിന്റെ പിക്ചർ അല്ലേ ഉള്ളത്?
പെപ്സിന്റെ കൊക്കോളന്റെ സ്പ്രൈറ്റിന്റെ ഒക്കെ ചെറിയ ടിന്നിന്റെ ബോട്ടിൽ ഇല്ലേ, ആ ബോട്ടിലിന്റെ ചിത്രം അത്. അപ്പൊ അതിന്റെ ഷേപ്പ് സിലിണ്ടർ. ഓക്കെ, അപ്പൊ ഇത് കംപ്ലീറ്റ് ആവാത്തവര് ഇപ്പൊ തന്നെ ലിങ്ക് തരുന്ന ഉടനെ തന്നെ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആക്കി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പോയിന്റ്. എന്താ പോയിന്റ് എന്ന് വെച്ചാല്? എന്താ പോയിന്റ്? ഒന്ന് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയേ. ഒരു കുത്തുണ്ടോ? കണ്ടോ? ഒരു കുത്തുകൂടി, ഒരു കുത്തുകൂടി, ഒരു കുത്തുകൂടി. അതായത് നമ്മളൊരു പേപ്പറില് ഒരു പെൻസിൽ കൊണ്ടോ ഒരു പെന്ന് കൊണ്ടോ എഴുതുന്ന ഒരു പാർട്ടിനെയാണ് എന്ത് പറയുന്നത്? എന്ത് പറയുന്നത്? പോയിന്റ്. ഇവിടെ കുറെ പോയിന്റ്സ് ഉണ്ട്, കണ്ടോ? സ്ക്രീനകത്ത് കുറെ പോയിന്റ്സ് കണ്ടോ? കുറെ പോയിന്റ്സ് ഉണ്ട് വെച്ചിട്ട് വെച്ചിട്ടാ കാണിച്ചു തരാം. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇതൊക്കെ പോയിന്റ്സ് ആ. അതായത് നമ്മൾ ഒരു പേപ്പറില് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ പേപ്പറില് ഒരു പെൻസിൽ കൊണ്ടോ പെന്ന് കൊണ്ടോ ഇടുന്ന ഓരോ കുത്തിനെ ഒരു ഡോട്ടിനെയാണ് എന്ത് പറയുന്നത്? പോയിന്റ്. ഓക്കെ, അപ്പൊ എന്താ പോയിന്റ്? എ ഡോട്ട് മേഡ് വിത്ത് എ ഷാർപ്പ് പെൻസിൽ ഓൺ എ ഷീറ്റ് ഓഫ് പേപ്പർ represents a point. പേജ് നമ്പർ 100 ആ സെന്റൻസ് അതേപോലെ കൊടുത്തിട്ടുണ്ട്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ഫസ്റ്റ് സെന്റൻസ് പോയിന്റ് എന്നുള്ളതിന് അടിയിലുള്ള ഫസ്റ്റ് സെന്റൻസ്. എ ഡോട്ട് മേഡ് വിത്ത് a sharp pencil on a sheet of paper represents a point. Underline ചെയ്തോ? ഓക്കെ, പെൻസിലിന്റെ ഷാർപ്നെസ് എത്ര കൂടുന്നോ അത്രയും നന്നായിട്ട് നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഷാർപ്നെസ് നല്ല മൊനയുള്ള ഒരു പെൻസിൽ കൊണ്ടാണെങ്കിൽ നല്ല പോയിന്റ് ഇടാൻ പറ്റും. മൊനയുടെ കട്ടി കൂടുമ്പോൾ തിക്നെസ് കൂടുമ്പോഴും പോയിന്റ് വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ നല്ല മോശമുള്ള ഒരു പെൻസിൽ കൊണ്ടാണെങ്കിൽ നല്ല പോയിന്റ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ലൈനും ലൈൻ സെഗ്മെന്റും. ലൈൻ ആൻഡ് ലൈൻ സെഗ്മെന്റ്. ലൈൻ കേട്ടിട്ടുണ്ടോ? ലൈൻ നമ്മൾ സാധാരണ കാണുന്ന ഇലക്ട്രിക് ലൈൻ അല്ല, അല്ലാതെ ലൈൻ കേട്ടിട്ടുണ്ടോ? LINE ലൈൻ. ലൈനിന്റെ എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. എന്താ? ഇതാണ് ലൈൻ. അതായത് ഇതിന്റെ രണ്ട് സൈഡിലും ഇവിടെയും ആരോ മാർക്കാണ് അല്ലെ? അതെന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ സൈഡിലേക്ക് ഒന്ന് നീണ്ടു പോകുന്നു. ഏത് സൈഡിലേക്ക്? ഈ സൈഡിലേക്ക് ആ ലൈൻ ഒന്ന് നീണ്ടു പോകുന്നു. അതേപോലെ ഈ സൈഡിലേക്ക് നീണ്ടു പോകുന്നു. ആരോ മാർക്ക് ഇട്ടാൽ അതിന്റെ മീനിങ് എന്താണ്? It has no ends. അതിന് അറ്റമില്ല. ഒരു ലൈൻ എന്ന് വെച്ചാല് അറ്റമില്ലാത്ത ഒരു രേഖയാണ് ലൈൻ എന്ന് പറയുന്നത്. രണ്ട് വശത്തേക്കും നീണ്ടു പോകും. അതിന്റെ അറ്റം എവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആകാശത്തിന്റെ അറ്റം എവിടെയാണ് നമുക്കറിയോ? അറിയോ? ഇല്ല. അതുപോലെ നിങ്ങൾ റെയിൽവേ ട്രാക്ക് കണ്ടിട്ടുണ്ടോ?
പറയുന്നത്. ഓക്കെ, ഇനി ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? ലൈൻ സെഗ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? This is a line segment. This is a line segment. എന്താ ലൈൻ സെഗ്മെന്റ്? ഇതിന് ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തുന്നതിനെയാണ് ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത്. എവിടുന്ന് തുടങ്ങി എവിടെ എത്തുന്നതിന്? ഇവിടുന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്നതിനാണ് ലൈൻ സെഗ്മെന്റ്. അതായത് ഒരു ലൈനിന്റെ ഒരു പാർട്ടാണ് ലൈൻ സെഗ്മെന്റ്. ഒരു ലൈനിന്റെ പാർട്ടാണ് ലൈൻ സെഗ്മെന്റ്. ഓക്കെ, നമ്മുടെ ടൈം തീരാറായി. കുറച്ചുകൂടെ ഉള്ളൂ, 3 മിനിറ്റ് കൂടെ ഉള്ളൂ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് യൂട്യൂബിന്റെ ലിങ്ക് കിട്ടിയാൽ ഉടനെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ആ ടെക്സ്റ്റിൽ എഴുതാനുള്ളതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ.